അപ്പോൾ നമ്മൾ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 5ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെറ്റ് എന്താ? സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ? റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ റിലേഷൻ എന്താണ്? ആർ ഈക്വൾ ടു ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ബി ക്യൂബ്. അതിനർത്ഥം ഓർഡേഡ് പെയർ എ ബി ആറിൽ വരണമെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷനാണ് എ ലെസ് ദാൻ ബി ക്യൂബ് ആയിരിക്കണം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ക്യൂബ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അത് റിലേഷനിൽ വരും. അപ്പോൾ ഇത് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആവുമെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റിഫ്ലക്സീവ് ആവുമെന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ആവണമെങ്കിൽ എ ആറിലുണ്ടാവണം അല്ലേ? എ ആറിലുണ്ടാവുമോ? എ ഈക്വൽ ടു എ ക്യൂബ് ആവുമോ എപ്പോഴും? അല്ലെങ്കിൽ എ ലെസ് ദാൻ എ ക്യൂബ് ആവുമോ എപ്പോഴും? 1/2 എടുക്കുക. അപ്പോൾ 1/2 എ 1/2 ആണ്. എ ക്യൂബ് എത്ര കിട്ടുക? 1/8 ആണ്. പക്ഷേ 1/2 ലെസ് ദാൻ 1/8 ആണോ? അല്ല. കാരണം എന്താണ്? 1/8 ആണ് ചെറുത്, 1/2 ആണ് വലുത് അല്ലേ? അപ്പോൾ therefore R ഈസ് നോട്ട് റിഫ്ലക്സീവ്. R റിഫ്ലക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണോ? 1 to ആറിലുണ്ടാവുമോ? എ 1 ബി 2 1 ലെസ് ദാൻ 2 ക്യൂബ് അല്ലേ? അതെ. അപ്പോൾ 1 to ആറിലുണ്ട്. അപ്പോൾ സിമെട്രിക് ആവണമെന്ന് വെച്ചാൽ എന്ത് വേണം? 2 1 ആറിലുണ്ടാവണം അല്ലേ? 2 1 ആറിലുണ്ടാവുമോ? ഇവിടെ എ 2ഉം ബി 1ഉം ആണ്. 2 ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ? അതായത് എ ഗ്രേറ്റർ ദാൻ ബി ക്യൂബാണ്. പക്ഷെ അപ്പോൾ അത് ആറിൽ വരുമോ? ഇല്ല. അപ്പോൾ 2 1 ഡസൻ ബിലോങ്സ് ടു ആർ. അപ്പോൾ therefore R ഈസ് നോട്ട് സിമെട്രിക്. ഇനി R സിമെട്രിക് അല്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് R ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. R ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ടെങ്കിൽ എന്തുണ്ടാവണം? എ സി ആറിലുണ്ടാവണം. അപ്പോൾ എ ബി ആറിലുണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്, ബി സി ആറിലുണ്ടെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ക്യൂബ്. ഇതിൽ നിന്ന് നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ക്യൂബ് എന്ന് പറയാൻ പറ്റുമോ? എപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എ 7 ആക്കി എടുക്കുക, ബി 2 ആയിട്ട് എടുക്കുക, സി 1.5 ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. 7 ബി ക്യൂബ് എത്രയാണ്? എ 7 ബി ക്യൂബ് എന്ന് പറയുന്നത് എത്ര? 2 ക്യൂബ് 8. അപ്പോൾ 7 ലെസ് ദാൻ 8 ആണ്. അപ്പോൾ 7 to ആറിലുണ്ട്. ഇനി 2 1.5 ആറിലുണ്ടാവുമോ? 2 ലെസ് ദാൻ 1.5ൻ്റെ ക്യൂബാണ്. അതെ. 1.5ൻ്റെ സ്ക്വയർ തന്നെ 2.25. അപ്പോൾ ക്യൂബ് എടുക്കുമ്പോൾ അതിന് വലുതാവില്ലേ? അപ്പോൾ എന്തായാലും 2വിനെക്കാട്ടിലും വലുതാണ്. അപ്പോൾ ഇതും എവിടെ ഉണ്ട്? ആറിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആറിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ആറിലുണ്ടാവണം? 7 1.5 ആറിലുണ്ടാവണം. ഉണ്ടാവുമോ? 7 ലെസ് ദാൻ 1.5ൻ്റെ ക്യൂബ് ആവുമോ? ആവില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? 7 1.5 ആറിലില്ല എന്ന് പറയാം. അപ്പം അതിനർത്ഥം എന്താണ്? R ട്രാൻസിറ്റീവ് അല്ല.